പപ്പ ടോണിക്കുട്ടനെ കാണാനിരിക്കുവാ. നമ്മുടെ കാര്യം തീരുമാനാക്കുക. കോളടിച്ചില്ല ടോണി. ഈ നിങ്ങൾക്ക് ബന്ധങ്ങളോ ഒന്നുമില്ലല്ലേ? എന്റെ അനാവസ്ഥയുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, നിർത്തിക്കോ. എപ്പോഴാ മനുഷ്യന്റെ കൺട്രോൾ പോകുന്ന പറയാൻ പറ്റില്ല. ഈ ടോണി മോന്റെ ഒരു ശുണ്ടി. ഞാൻ ദേഹത്ത് തൊട്ടാ എന്താ? നീ എന്നല്ല, ആരും ദേഹത്തോടുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. അല്ല, നീ അതിന് മെഡിസിൻ കഴിക്കാറില്ലേ? മെഡിസിൻ അതിനൊക്കെ ഒരു പരിധിയില്ലേ. ആദ്യമൊക്കെ ആരെങ്കിലും തൊട്ടാ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ചത്. പിന്നെ ആരെങ്കിലും എൻ്റെ ദേഹത്ത് തൊട്ടാ എൻ്റെ സ്ഥിരതയില്ലാത്ത ബുദ്ധി ആദ്യം ചിന്തിക്കുന്നത് ആ ആളിനെ എങ്ങനെ കൊല്ലാന്നാ. അയ്യോ കഷ്ടം. ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ട് എന്താ ടോണി നീ പറഞ്ഞില്ല? ഒന്നും നീ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാ. പോട്ടെ ടോണി, എന്തിനാ നീ കൊച്ചുകുട്ടികൾ കരയുന്ന പോലെ കരയുന്നത്? ഈ ഭൂമിയില് നീ ദിവസങ്ങൾ കരയുമ്പോൾ തകരുന്നത് നിന്റെ ചിഞ്ചുന്റെ ഹൃദയമാ. അവസാനമായിട്ട് നിനക്ക് നന്മ ചെയ്തിട്ട് മരിച്ചൊരു ടോണി. സാറാ മതി, എന്തായത് ഓവറാക്കണ്ട. ചിഞ്ചുനെ അസുഖവും ബോധക്കേടും ഒന്നുമില്ലാത്ത നല്ലൊരു ഹസ്ബൻഡ് കിട്ടും. ഇതിനെ മതി. ഇതിനെ ഞാൻ സ്നേഹിച്ചു പോയത്. ഇതിന് മരിച്ചു പോയാലും ഞാൻ മരിച്ചു പോയാ ചിഞ്ചുന് സ്വസ്ഥത കിട്ടൂലെന്ന് പറയുമായിരുന്നു. സ്വസ്ഥതയല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്, നിന്നെ ടോണിക്കുട്ട. പക്ഷെ ഞാൻ സ്വസ്ഥത ഇഷ്ടപ്പെട്ടു ഒരു കുട്ടി. അങ്ങനെ സ്റ്റൈലിൽ അവളെ മോചിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ നിന്ന് ആരോ പാലൂട്ടിക്കണ്ണന് തലക്കിട്ട് കരിങ്കല്ലെറിഞ്ഞു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക്. പിന്നെ നിന്ന് കരിങ്കല്ലെറിഞ്ഞത് ആരാ, അഥവാ പാലൂട്ടിക്കണ്ണൻ ആരായിരുന്നു? അതൊക്കെ ഇനി പാലൂട്ടിക്കണ്ണന്റെ അച്ഛൻ പാലൂട്ടി രാധാകൃഷ്ണൻ കൗണ്ടർ ആരാണെന്ന് ഈ ഫ്ലാഷ് ബാക്കിൽ വ്യക്തമാകുന്നു. അയ്യോ കൊള്ളാം. പിന്നെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക്. പാലൂട്ടിയില് കൗണ്ടർ പോസ്റ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്ന കാലം. പാലൂട്ടി രാധാകൃഷ്ണനും പാലൂട്ടി ഔസേപ്പച്ചനും തമ്മിൽ ഭയങ്കര മത്സരം. അതിൽ പാലൂട്ടി രാധാകൃഷ്ണൻ വിജയിക്കുന്നു. പക്ഷേ പാലൂട്ടി ഔസേപ്പച്ചൻ പാലൂട്ടി രാധാകൃഷ്ണനെ കൊല്ലുന്നു. എന്നിട്ട് ആ കൗണ്ടർ പോസ്റ്റ് പാലൂട്ടി ഔസേപ്പച്ചൻ പിടിക്കുന്നു. എന്നിട്ട് കേക്ക്, കാലങ്ങൾ പാലൂട്ടി ഭരിച്ചത് ഔസേപ്പച്ചൻ കൗണ്ടർ ആയിരുന്നു. ഇതിനിടയിൽ പാലൂട്ടി രാധാകൃഷ്ണനെ ഒരു പണി പറ്റിച്ചു. ആ ചേരിയിലുണ്ടായിരുന്ന ഷീലയിൽ ഒരു കുട്ടി കണ്ണൻ. കണ്ണൻ വളർന്നതൊരു പാട്ടിലൂടെയാ. കണ്ണൻ ഇത്രയും വളരുന്ന ആ നാട്ടുകാരും വിചാരിച്ചില്ല. കണ്ണൻ വളർന്നപ്പോ പാലൂട്ടി ഔസേപ്പച്ചനെ കരിങ്കല്ലെറിഞ്ഞു കൊന്നു. അതിനുശേഷം എല്ലാവരും കണ്ണനോട് ആ കൗണ്ടർ പോസ്റ്റ് ഏറ്റെടുക്കാൻ പറഞ്ഞു. പക്ഷെ കണ്ണൻ അത് ഏറ്റെടുത്തില്ല. അതിനുശേഷം നാട്ടുകാർ ആ പോസ്റ്റിന് കണ്ണൻ എന്ന് പേരിട്ടു. ஐயோ என்ன ஸ்டோரி, ரஜினிகாந்த் படம் பாக்குற மாதிரியே இருக்கு. சூப்பர்மா. அப்படியா? ஆமா. ആഹാ. അതിനുശേഷം അതിന് കരിങ്കൽ വാർ അഥവാ കരിങ്കൽ ജാഥ അഥവാ കരിങ്കൽ തല്ല് എന്ന് പേരിട്ടു. അപ്പൊ കഥ ലൈവിലേക്ക് കട്ടിയാറാടാ. ആ, ഇനി 1 മണിക്കൂറും കൂടി. അങ്ങനെ വീണ്ടും പാലൂട്ടിയിലേക്ക് കൗണ്ടർ പോസ്റ്റിലേക്ക് ഇലക്ഷൻ വന്നു. പാലൂട്ടിക്കണ്ണൻ ഒരു പ്രശ്നമില്ലാതെ ജയിച്ചു. അങ്ങനെ ഇരിക്കെ പാലൂട്ടിയിലേക്ക് 1, 2 ഒരു 33 ഗുണ്ടകൾ വന്നു. അവരറിയപ്പെടുന്നത് പോയ്സൺ ഗ്രൂപ്പ് എന്നാണ്. അവര് പാലൂട്ടിക്കണ്ണനെ എലിവിഷം വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവര് സ്വതവേ എലിവിഷം കൊടുത്ത എല്ലാവരും പാലൂട്ടിയിൽ ചത്തിട്ടുണ്ട്. അപ്പൊ കണ്ണെന്തിനു സംഭവിക്കോ? പേടിക്കണ്ട പാറു. എലിവിഷം കഴിച്ച കണ്ണൻ തളരാതെ ഈ 33 ഗുണ്ടകളെ നിലംപരിശാക്കി. എന്നിട്ട് ജനങ്ങൾ ഈ സമയത്ത് കണ്ണനെ പാലൂട്ടിയിലെ ഹോസ്പിറ്റലിലാക്കി. അപ്പോഴാണ് ശരിക്കും പാലൂട്ടി ഞെട്ടിയത്. കണ്ണനൊരു സാധാരണ മനുഷ്യനല്ല. കാരണം എലിവിഷൊന്നും കണ്ണനൊരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഒന്നടങ്കം പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന്. എന്താന്നറിയോ? കണ്ണന് തുല്യം കണ്ണൻ മാത്രം.